ഈ ചൂട് കാലത്ത് പാമ്പിനെ പേടിച്ച് ജീവിക്കുകയാണ് പല മലയാളികളും. ഇന്ത്യയിലാകമാനം വർഷം തോറും നിരവധി മരണങ്ങളാണ്. പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ഒരുപാടാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു വലിയൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞരൊരു നല്ലൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. കിസാൻ മിത്ര ചഡ്ഡി എന്നാണ് ആ കണ്ടുപിടുത്തത്തിൻ്റെ പേര്. നമുക്ക് ചുറ്റും ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകളെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്റ്റിക്ക്, ഒരു വടി നിർമ്മിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ വടി പ്രവർത്തിക്കുന്നത്? ഇതെങ്ങനെയാണ് സാധാരണക്കാർക്ക് പ്രയോജനകരമാവുക? ഇന്നലെയാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ഈ ഒരു ഉപകരണം പുറത്തിറക്കിയത്. എന്താണ് ഇതിൻ്റെ വിലയെന്നോ ഇത് മാർക്കറ്റിൽ എവിടെയൊക്കെ അവൈലബിൾ ആകുമെന്നോ ഒന്നും വാർത്തകളിലില്ല. പക്ഷെ ഔദ്യോഗികമായിട്ട് ഇത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു പത്രസമ്മേളനത്തിലൂടെയാണ് കേന്ദ്ര കൃഷിമന്ത്രി, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ് അത് പുറത്തിറക്കിയത്. ഈ വടിയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പേര് കിസാൻ മിത്ര ഝടി എന്നാണ്. ഝടി എന്ന വാക്ക് അതൊരു ഹിന്ദി വാക്കാണ്. ഝടി എന്ന് പറഞ്ഞാൽ വടി എന്ന അർത്ഥമുള്ളൂ. അപ്പം ഈ വടിയുടെ ഒരു പ്രത്യേകത, ഇതിന് അൾട്രാസോണിക് അതുപോലെ ഇൻഫ്രാറെഡ് സെൻസറുകളുണ്ട് ഈ വടിയിൽ. ആ സെൻസറുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഭൂമിയിലെ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളും അതുപോലെ ചൂടിൻ്റെ വ്യത്യാസവും ഇത് രണ്ടും വിശകലനം ചെയ്തിട്ട് അസാധാരണമായ ചലനങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിലുണ്ടെങ്കിൽ ഈ വടിയിലെ ഇലക്ട്രോണിക് സെൻസറുകൾ അത് വിശകലനം ചെയ്യും. ആ വിശകലനം ചെയ്യുന്നത് അതിലെ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്നിട്ട് ആ തരംഗങ്ങളുടെ ഒരു പാറ്റേൺ, അത് അതിൻ്റെ ഒരു ആവർത്തന ക്രമവും, ആ ക്രമം ഉപയോഗിക്കുകയും അതുപോലെ ഒരു പാമ്പിൻ്റെ ശരീരത്തിലും പരിസരത്തുമുള്ള താപ വ്യതിയാനങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അങ്ങനെ 100% കൃത്യതയോടുകൂടി പാമ്പിനെ സാന്നിധ്യത്തെ പറ്റി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ഇതിലെ ഈ ശബ്ദം കൊണ്ട് പാമ്പിൻ്റെ സാന്നിധ്യം 15 മീറ്ററിനുള്ളിൽ പാമ്പുണ്ടെങ്കിൽ ശബ്ദം കൊണ്ടു, 100 മീറ്റർ വരെ ഉള്ള ഏരിയയിൽ പാമ്പുണ്ടെങ്കിൽ ആ ഇൻഫ്രാറെഡ് സെൻസറും, കാരണം ഇത് രണ്ടും ഒരേ ഉപകരണത്തിൽ തന്നെ ഉണ്ട്. ഇവ രണ്ടും സംയുക്തമായിട്ടാണ്, ഇതിൽ നിന്നുള്ള ഡേറ്റ സംയുക്തമായിട്ടാണ് AI ഉപയോഗിച്ച് വിശകലനം ചെയ്ത് ഈ വടി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് സുരക്ഷിതമായിട്ട് പറയാം, 100 മീറ്ററിന് ചുറ്റളവിലോ അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് 15 മീറ്ററിനുള്ളിൽ നിശ്ചയമായിട്ട് ഒരു കാരണവശാലും ഒരു പാമ്പുണ്ടെങ്കിൽ എത്ര ചെറിയ പാമ്പായാലും അതിനെ നമ്മൾ മിസ് ചെയ്യില്ല. ഉപകരണത്തിൽ അലാം അടിക്കും, വലിയ സൗണ്ട് ഉണ്ടാക്കും ഒരു ഉപകരണം. ആ ഉപകരണത്തിൻ്റെ അതിലൂടെ നമുക്ക് ഈ പ്രദേശത്ത് പാമ്പുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു പാമ്പിനെ പിടിക്കാനുള്ള ഒരു ഓട്ടോമേറ്റഡ് സംവിധാനവും കേന്ദ്ര സർക്കാർ പുറത്തിറങ്ങുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നലെ അദ്ദേഹം വിശദമാക്കിയിട്ടില്ല. അത് വരും ദിവസങ്ങളിലായിരിക്കും അത് ലോഞ്ച് ചെയ്യും. അപ്പം ഇവ രണ്ടും കൂടി ഇപ്പോൾ പുറത്തിറക്കുന്നതിൻ്റെ കാരണം, ഇന്ത്യയിലുടനീളം ഈ ഗ്രാമീണ മേഖലയിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഈ സമ്മറിൽ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ. അത് സർക്കാർ കണക്കിലെടുത്തിട്ട്, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ കർഷകർക്ക് തങ്ങളുടെ വിളഭൂമിയിലേക്ക് പോകാൻ ഉള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് സർക്കാരിനെ കൊണ്ട് ഇത്തരം ഒരു ഉപകരണം ശാസ്ത്രജ്ഞന്മാരോട് കൊണ്ട് ഡിസൈൻ ചെയ്തു അത് പുറത്തിറക്കാനുമുള്ളൊരു കാരണം. യഥാർത്ഥത്തിൽ ഈ ഉപകരണം ഒരു റഡാർ പോലാണ് പ്രവർത്തിക്കുന്നത്. ഈ റഡാറുകളിൽ ഇപ്പം അല്ലെങ്കിൽ മിസൈൽ, ഹീറ്റ് സീക്കിംഗ് മിസൈലൊക്കെ ഉണ്ട്. ഇപ്പം ഇറാന് ഇപ്പം അമേരിക്കക്കെതിരായിട്ടുള്ള ഈ യുദ്ധത്തിൽ പല അമേരിക്കൻ വിമാനങ്ങൾക്കും എതിരെ പ്രയോഗിച്ചത് ഹീറ്റ് സീക്കിംഗ് മിസൈലാണ്. അതായത് വിമാനം അല്ലെങ്കിൽ ഏതൊരു ഉപകരണം, മനുഷ്യനോ എന്തെങ്കിലും ജീവനുള്ളവയോ ജീവനില്ലാത്തവയോ ഏതൊരു വസ്തുവും അതിൽ നിന്നും ചൂട് പുറത്തേക്ക് വമിപ്പിക്കും. അത് പരിസരത്ത് ഉള്ള ചൂടുമായിട്ട് വ്യത്യസ്തമായി. അങ്ങനെ ആ വ്യത്യസ്തമാകുമ്പോൾ കൃത്യമായിട്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഞാനതാണ് പറഞ്ഞത്, റഡാർ പോലെ തന്നെ പ്രവർത്തിക്കുന്ന. അപ്പം യുദ്ധം പോലുള്ള ഹൈലി ടെക്നിക്കലായിട്ടുള്ള ഒരു മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വളരെ ലളിതമാക്കിയിട്ട് അത് സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ ഉപകരണത്തെ റീഡിസൈൻ ചെയ്ത് ആ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു സംഭവം പുറത്തിറക്കുന്നത് ഒരുപക്ഷെ
അതിൽ വലിയ സമാനതകളൊന്നും ഈ അടുത്ത കാലത്ത് ഉണ്ടാവില്ല. അത് വലിയൊരു എന്താണ് ഒരു മികച്ച ഒരു നീക്കമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഉം. ഇതിപ്പോ കേൾക്കുന്നവരിൽ ചിലർക്ക് ചിരി വരുമായിരിക്കാം, വടി കൊണ്ട് അങ്ങനെയാണ് പാമ്പിനെ കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ വിശദമാക്കിയത്. കാരണം ഈ വടി എന്ന് പറയുന്നത് വെറും ഒരു വടിയല്ല. സാധാരണ ഇനി ഇത് കേട്ടിട്ട് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ വില്ലന്മാര് പാമ്പിനെ തിരിച്ചറിയാൻ പറ്റുന്ന വടി എന്ന് പറഞ്ഞൊരു മുളവടിയൊക്കെ തന്നിട്ട് അത് വെച്ച് തല്ലിക്കൊന്നാ മതി എന്ന് പറയുമോ എന്ന്, അങ്ങനെയൊക്കെ പണ്ട് ഒരുപാട് കള്ള കച്ചവടങ്ങൾ നടക്കുകയായിരുന്നു. അതുപോലുള്ള ഒരുപാട് പേരെ പറ്റിക്കാനൊക്കെ ശ്രമിക്കാനും സാധ്യത ഉണ്ട് ഈ ഉപകരണത്തിന്റെ മറവിൽ. കാരണം തപാലിൽ വടി അയച്ചു തരുമെന്നും അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ വരും. ഈ പരസ്യങ്ങൾ കണ്ടിട്ട് പല ആൾക്കാരും മുൻകൂർ പൈസ അടയ്ക്കും. പൈസ അടയ്ക്ക് വരുമ്പം ഏതെങ്കിലും ഒരു മുളവടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിയുടെ തണ്ട് വെട്ടി ഉണക്കിയെടുത്തതോ വല്ലതും ആയിരിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു ചൂരിലെങ്കിലും ആയിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ശരി, ഇതൊരു പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇന്നവേഷനാണ്. ഇത് എല്ലാ രീതിയിലും കുറ്റമറ്റതാണെന്നാണ് പുറത്ത് സർക്കാർ നൽകുന്ന ഒരു ഉറപ്പ്. അതായത് ഈ ഇത്തരം ഉപകരണങ്ങൾ പലവട്ടം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇതിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ, അപായ സൂചനകൾ ആവശ്യമില്ലാത്തതായിരിക്കും. അതായത് പാമ്പില്ലെങ്കിലും ചിലപ്പോൾ ഒരു കയറ് കിടക്കുന്ന കണ്ടാലും സിഗ്നൽ വരും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ സിഗ്നൽ വരും. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള സംവിധാനം. അതായത് അവർ പറയുന്നത് ഒരു പാമ്പ് ഗ്രൗണ്ടിലൂടെ ഇഴയുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത്തരം നിരവധി വൈബ്രേഷൻസ് കമ്പയർ ചെയ്യാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളത്. അപ്പോൾ ഈ AI-യുടെ ഉപയോഗമാണ് ഇതിനെ കുറ്റമറ്റതാക്കുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് തരത്തിലുള്ള ഈ ശബ്ദത്തെ തിരിച്ചറിയുന്ന സെൻസർ അല്ലെങ്കിൽ വൈബ്രേഷനെ തിരിച്ചറിയുന്ന സെൻസറുമുണ്ട്, താപ വ്യതിയാനത്തെ തിരിച്ചറിയുന്ന സെൻസറുമുണ്ട്. അപ്പം എല്ലാ ഡേറ്റയും കമ്പൈൻ ചെയ്തിട്ട് കൃത്യമായിട്ട് അത് വിശകലനം ചെയ്യും. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അതിൽ തെറ്റ് സംഭവിക്കുന്നില്ല. ഇത് ആകെ ഈ വടി ഉപയോഗിക്കുന്ന ആൾ ചെയ്യേണ്ടത്, നമ്മൾ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ഈ വടിയുമായിട്ട് പുറത്തേക്ക് പോവുക, വടി ഭൂമിയിൽ കുത്തി നടക്കുക. അങ്ങനെ കുത്തി നടക്കുമ്പോൾ ആ വടിയുടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മൾ ഭൂമിയിൽ കുത്തി നടന്നാൽ നമ്മുടെ പരിസരത്ത് ഭൂമിയിലൂടെ വരുന്ന വൈബ്രേഷനും അതുപോലെ ഓരോ സ്ഥലത്തു നിന്നും ഇത് പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാറെഡ് ലൈറ്റും വെച്ചിട്ട് അത് നമുക്ക് കൃത്യമായ വിവരം നൽകും. അങ്ങനെ അപായ സൂചന ലഭിച്ചാൽ നമുക്ക് വളരെ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ ലൈറ്റ് ഉപയോഗിച്ച് അവിടെയൊക്കെ സെർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം പാമ്പുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാവുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നിരിക്കുന്ന പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. കാരണം വീടിനുള്ളിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ പോലും പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ശാസ്ത്രവും സാങ്കേതികതയും ഒക്കെ നമ്മൾ വളരെ മുന്നിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ നമ്മുടെ സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഗവേഷണ കേന്ദ്രങ്ങളാകട്ടെ, ഇവരൊക്കെ ചെയ്യേണ്ടത് പ്രായോഗിക ജീവിതത്തിലെ പ്രതിസന്ധികൾക്കും ഈ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി എന്ന് പറയാതെ മാറ്റി, ഇതൊന്നും പ്രായോഗിക ജീവിതത്തിന് പറ്റുന്നതല്ലെന്ന് പറയാതെ ഈ ടെക്നോളജി പ്രായോഗിക ജീവിതത്തിലെ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാനുള്ള ഒരു മാർഗമായിട്ട് ടെക്നോളജി ഉപയോഗിക്കണം. അതാണ് ഈ വടിയുടെ ഒരു നിർമ്മാണം സൂചിപ്പിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു CSIR പോലുള്ള എന്തോ സംഘടനകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൃത്യമായ മാർഗനിർദ്ദേശത്തിൽ അവർ നടത്തിയ പരീക്ഷണമാണ്. കാരണം ഇത് നേരത്തെ ചില സ്വകാര്യ കമ്പനികളൊക്കെ ഇത് പുറത്തിറക്കിയിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് തരം സെൻസറും അവിടെ ഉപയോഗിച്ചിരുന്നില്ല. കൂടുതൽ പേരും ഈ ഗ്രൗണ്ടിന്റെ വൈബ്രേഷനോ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അത് പലപ്പോഴും തെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം മാത്രമല്ല, ഈ കിട്ടുന്ന ഡാറ്റ വിശകലനത്തിന് വിധേയമാക്കാതാണ് അവിടെ പലപ്പോഴും അപായ സൂചനകൾ നൽകിയിരുന്ന ഉപകരണങ്ങൾ. ഇവിടെ അതിനുള്ള സാധ്യതയില്ല. കാരണം രണ്ട് തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ, ആ കിട്ടുന്ന ഡേറ്റ വീണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് അതൊന്ന് വിശകലനം ചെയ്യുന്നു. അങ്ങനെ വിശകലനം ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപക്ഷെ വീടിന് പുറത്ത് മാത്രമല്ല, വീടിനുള്ളിലും ഇത്തരം ഉപകരണങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രസക്തിയുണ്ട്. കാരണം ഞാൻ ഈ വാർത്തകൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു മറ്റൊരു അത്ഭുതം കൂടെ തോന്നിയിട്ടുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഈ കേരളത്തിൽ ഒരു 2-3 കൊല്ലത്തിന് മുമ്പ് ഒരു സ്ത്രീ
സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് പാമ്പിനെ ഇറക്കി വിട്ട് രാത്രിയിൽ മുറിയിലേക്ക് അതെ ഇറക്കി വിട്ട് അവർ ഉറങ്ങിയപ്പം കടിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അതെ അപ്പൊ അന്ന് പല ആൾക്കാരും വാവ സുരേഷ് ഒക്കെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അങ്ങനെ പാമ്പ് ചുമ്മാതെ രാത്രി കിടന്നുറങ്ങുന്നവരെ കടിക്കില്ല, ഉം. അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് മരിക്കേണ്ടതൊക്കെയാണ്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഈ കഴിഞ്ഞ ഒരു 1-2 മാസത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ പലതും രാത്രി കട്ടിലെ ഉറങ്ങിക്കിടക്കുന്നവര് കുട്ടികളെ ഉൾപ്പെടെ പാമ്പ് കടിച്ച് മരിച്ചതായിട്ട് വാർത്തയുണ്ട്. ഉം. അപ്പം സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ആദ്യത്തേത് അയാൾ മനഃപൂർവ്വം കടിപ്പിച്ചതായിരിക്കാം. ഉം. ഞാൻ അതിലെ ആ പ്രതിയെ രക്ഷിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുണ്ടായ ഒരു സംശയമാണ്, അന്ന് അങ്ങനെ ഒരു വിശദീകരണം അതോറിറ്റീസും വിദഗ്ധരും ഒക്കെ നൽകിയെടുത്ത് ഉം. ഇപ്പം ഇവരൊന്നും അത് പറയുന്നില്ലല്ലോ. അതുപോലെ പല ആൾക്കാരും പറയാറുണ്ട് പാമ്പ് പ്രകോപനമില്ലാതെ കടിക്കില്ല എന്ന്. ഉം. അതും തെറ്റാണ്. ഉം. പാമ്പ് പ്രകോപനമില്ലാതെയും കടിക്കും. അത് പാമ്പിന്റെ ഇനവും ഉം. അതുപോലെ പാമ്പ് കിടക്കുന്ന ഇപ്പൊ ഒരുപക്ഷെ തുറസായ ഒരു പ്രദേശത്ത് പ്രകോപനമില്ലാതെ പാമ്പ് കടിക്കില്ലായിരിക്കും, കാരണം പാമ്പിന് രക്ഷപ്പെടാൻ വഴിയുള്ളൂ. ഉം. പക്ഷെ നിങ്ങൾ ഒരു മുറിയിലാണെങ്കിൽ ഉം. നിങ്ങളും പാമ്പും മാത്രമാണെങ്കിൽ നിങ്ങളെ പാമ്പ് തിരിച്ചറിയും, മറ്റൊരു ജീവിയുടെ സാന്നിധ്യം. അവിടെ പാമ്പിനെ ചവിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കടിക്കപ്പെടും. ഇത് ഈ പല വിദഗ്ധരും സത്യത്തിൽ പല രീതിയിൽ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ അതൊക്കെ തന്നെ ഓരോ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഉള്ളത് പറയാൻ അവർ പലപ്പോഴും മറന്നുപോകും. അത് എല്ലാ സാഹചര്യത്തിലും ഈ ഉപദേശം നിലനിൽക്കില്ല. അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ സൈഡിൽ ഒരു പാമ്പ് കിടക്കുന്നു എന്ന് കണ്ട് പാമ്പ് ഓടി വന്ന് നിങ്ങളെ കടിക്കില്ല. പക്ഷെ പാമ്പും നിങ്ങളും ഒരു ടോയ്ലറ്റ് പോലെ ഒരു ചെറിയ സ്പേസിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരു പാമ്പ് അവിടെ കിടക്കുന്നു. ഉം. പാമ്പ് നിങ്ങളെ കാണുമ്പോൾ പത്തി ഉയർത്തിയോ അല്ലെ തല ഉയർത്തിയോ നിൽക്കുന്നു. അവിടെ പാമ്പ് നിശ്ചയമായിട്ട് നിങ്ങളെ കടിക്കാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത സമയത്ത് സംഭവിച്ച മരണങ്ങളുടെ വിവരണങ്ങൾ വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വിശകലനം ചെയ്ത് കൂടുതൽ ആധികാരികമായ ഉപദേശങ്ങളുമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റും പിന്നെ വാവാ സുരേഷിനൊക്കെ പോലെ പ്രായോഗികമായ അറിവ് വളരെയധികം ഉള്ള ആൾക്കാരും പിന്നെ എല്ലാ തരം പിന്നെ കാര്യങ്ങളും വിശകലനം ചെയ്ത് പുതിയ ഉപദേശങ്ങളുമായിട്ട് വരട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.